റോസ്റ്റ് ആയിക്കണം കേട്ടോ. തക്കാളി സവോള തക്കാളിയും ഇത് തിന്നണ ജീരക ഒലിവൊക്കെ ഇട്ട് എല്ലാം റെഡി ആയിക്കണല്ലേ. ഇത് വേപ്പിൻ്റെ ഇല ഇഞ്ചി ഇതൊക്കെ ഇട്ടിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ ചെയ്യേണ്ട എന്താ അറിയോ, ഇതിന്നിതാ കണ്ടമണം തീ കൂട്ടിയിരുന്നിട്ടാ സുലവാക്കണം ഇത് കേട്ടോ. ഇനി ഇതിന് ഒരു സ്പൂൺ അച്ചാർ, മാങ്ങ അച്ചാർ ഉണ്ടല്ലേ, ബിസ്മില്ലാ. ഇത് ഇട്ട് കൊടുക്കുക, കുറച്ചുകൂടി ഇട്ട് കൊടുക്കും. ഇത് മതി ഇട്ട് കൊടുക്കും. എന്തിനാ അറിയോ, കണ്ടില്ല. ഓക്കെ, എന്നിട്ട് ഇങ്ങനത്തെ ഇട്ടിട്ടുണ്ട് ഇളക്കങ്ങൾ. ഈ അച്ചാറിൻ്റെ ഇതായിരിക്കും വന്നിട്ടാണ് മാങ്ങയുടെ ടേസ്റ്റൊക്കെ ഇതിൽ വരും. ഓക്കെ, ഇനി നിങ്ങൾ ചെയ്യേണ്ടത് പുളിങ്ങതാ. ഈ പുളിങ്ങ ഞാൻ കാണിച്ചു തരാം. ഇതിന് കുറച്ച് അങ്ങനെ ഇത് പാരുമ്പോൾ ഇതിൽ പുളികടത്തുണ്ടാവും. ഒരു മിനിറ്റ്. അപ്പോൾ ഞാൻ അതിൽ പുളിവെള്ളം ഇതിൽ കുറച്ച് കൂടുതൽ പുളി പാടില്ല കേട്ടോ, കാരണം ഇതിൽ മാങ്ങച്ചാർ ഇട്ടതാണ്. അപ്പോൾ പുളി കൂടും. അപ്പോൾ ഇതിങ്ങനെ ആയിട്ടാണ്. ഇനി ഓക്കെ, ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താ അറിയോ, ഈ ഒരു തേങ്ങ അരച്ചുണ്ടല്ലോ, ഇതിൽ കുറച്ച് അച്ചാർപ്പൊടി സകര അച്ചാർപ്പൊടിയൊക്കെ ഇട്ടിട്ടുണ്ട്. ഓക്കെ, തേങ്ങ അരച്ചതിൽ മല്ലി, മുളക്, മഞ്ഞൾപ്പൊടി, പിന്നെ തിന്നണ ജീരകം ഇതൊക്കെ ഇടാൻ പോകട്ടെ. ബിസ്മില്ലാ. ഓക്കെ, എന്നിട്ട് ഇത് ഇളക്കി കൊടുക്കുക. ഒരു മിനിറ്റ് സെറ്റാക്കി ഇങ്ങനെ കട്ടാക്കി നിർത്തും. അപ്പോൾ ഇത് എല്ലാം റെഡി ആയിക്കണം കേട്ടോ. അപ്പോൾ നിങ്ങളൊക്കെയാണ് ശരിക്കും ഇതിലേക്ക് മാങ്ങയുടെ അച്ചാർ ഒരു സ്പൂൺ 1.5 സ്പൂൺ ഇതിലേക്ക് ഇട്ട് കുറച്ച് അച്ചാർ പൊടി ആ തേങ്ങ അരക്കണതിൽ ചേർത്ത് 2 സവോള, പിന്നെ ബാക്കി 2 തക്കാളി വലുതാക്കിയിട്ട് പച്ചമുളക് എല്ലാം ഇതിലേക്ക് ഉസാറായിക്കണം. വലിയ വർത്താനം പറയില്ല. ഇതിപ്പോൾ ഇതിലേക്ക് എരിവും പുളിയൊക്കെ വന്ന് ഞാൻ ഉപ്പ് കെട്ടി ടേസ്റ്റ് നോക്കി സൂപ്പറാണ്. ഇനി ഇതിലേക്ക് വേണ്ടത് മല്ലിച്ചപ്പാണ്. ഈ മല്ലിച്ചപ്പ് ഒന്ന് വെറുതെ ഒന്നാണ്ട് പിടിച്ചിട്ട് ഒരു മിനിറ്റ് ഇട്ടാ അതാ. ഈ മല്ലിച്ചപ്പ് ഒന്ന് വെറുതെ ഇതൊന്നും ഇങ്ങനെ പതുക്കെ വിട്ടെടുക്കും. ബിസ്മില്ലാഹി. അങ്ങനൊക്കെ ഒന്നുകൂടെ വെതറി കൊടുത്താൽ. ഓക്കെ, ഇനി ഇത് സ്പീഡ് കുറക്കണം, കാരണം ഞാൻ അയില കഴുകി വൃത്തിയാക്കാണ്ട് ഇതില്ലേ. അത് 2 പൊരിക്കാനും എടുത്ത് വെച്ചിട്ട് അതാ നോക്കണേ. നിങ്ങൾ ഈ കറിയൊന്ന് കൂട്ടിയിട്ട് നിങ്ങൾ പൊറോട്ടക്കും ഇറച്ചിക്കും ഇല്ല പൊറോട്ടക്കും ചോറിനും എന്തിനും നിങ്ങൾ ഉപയോഗിച്ചോളൂ, ചപ്പാത്തിക്കും. ഇത് അടിപൊളി കറിയാണ്. ഞാൻ വലിയ വർത്താനം പറയുന്നത്. ഇതാ കുക്കറിൽ നിങ്ങൾ വലിയ എപ്പോഴും പറയേണ്ടത് പ്രവാസികളോട് പറയേണ്ടത്, കാരണം എല്ലാത്തിനും വില കൂടുതലാണ്, ഗ്യാസിന് ഇതിനൊക്കെ. ഇതേമാതിരി വലിയൊരു കുക്കറിൽ മേടിച്ചോളൂ. ഇത് അത്ര വലിപ്പമുള്ളത്. ഇതിൽ ഏകദേശം 4 ആൾക്കുള്ള ചോറ് ഇതിൽ കൊള്ളും. 2 ഗ്ലാസ് അരി ഇട്ടാൽ ഒരു വിസിലടിച്ചാൽ അത്രക്കും നിങ്ങളെ ഗ്യാസ് ലാഭം കിട്ടും കേട്ടോ. കാരണം ഞാൻ എനിക്ക് 2 മാസം വരെ ഈ ഗ്യാസ് എത്തി പോകുന്നുണ്ട്. 2-2.5 മാസം വരെ. ഒരു മാസം വരെ എത്തിയ ഗ്യാസ് ഇന്ന് 2.5 മാസം എത്താനുള്ള കാരണം എന്താ അറിയോ, ഈ ഒരു കുക്കർ കൊണ്ടാണ്. അപ്പോൾ ഇത് വലിയൊരു കുക്ക് മേടിക്കുമ്പോൾ വലുത് മേടിച്ചോളി. എന്നിട്ട് നിങ്ങൾ 1 ഗ്ലാസ് 2 ഗ്ലാസ് ഇട്ടാലും നിങ്ങൾക്ക് അതുകൊണ്ട് ഒരുപാട് ഗുണം കിട്ടും. ഞാൻ കൂടുതൽ പറഞ്ഞ് നീട്ടിക്കൊണ്ടുവന്നിട്ട് ഇനി വണ്ടി കാലിയാക്കാണ്ട് ഒരുപാട് പണിയില്ല. ചെറുക്കാൻ പാവം ഒറ്റയ്ക്ക് പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് അടിപൊളി കറിയാണ്. ഇത് ഉസാറാണ്. ഇതായിട്ട് നിങ്ങൾക്ക് പൊറോട്ട. പിന്നെ ബോംബെയിൽ ഞാൻ പറയേണ്ടത്, ഇപ്പോൾ അവിടെ ഹോട്ടലിലെ മീൻ കറിയിലൊന്നും കൂടുതൽ ഉപ്പിടില്ല. അത് എന്താ സംഭവം എന്നുള്ളത് അതും ഞാൻ പറയാം. എൻ്റെ ഉപ്പ പറഞ്ഞു തന്നതാണ്. കാരണം ഹോട്ടലിൽ മീൻ കറിയിൽ ഉപ്പ് കുറയ്ക്കുന്നതിൻ്റെ കാരണം ചോറ്റിങ്ങൾ ഉപ്പിട്ടിട്ട് കുറച്ച് ചോറ്റിൽ ഉപ്പിട്ടിട്ട് നിങ്ങളൊന്ന് ഊറ്റി വെക്കി. എന്നിട്ട് മീൻ കറിയും ചോറും കൂട്ടിക്കാട് ആ ചോറിൻ്റെ ചുവ പ്രത്യേകിച്ച് നല്ല ടേസ്റ്റ് വേറെ ഉണ്ടാവും. ഞാൻ സത്യം പറഞ്ഞിട്ടാ, അതും പറഞ്ഞിട്ട് റബ്ബിനെ സത്യം പറഞ്ഞത്, ചോറിൽ നിങ്ങൾ ഉപ്പിട്ട് കഴിഞ്ഞാൽ എന്താ ഗുണമെന്ന് അറിയോ. പിന്നെ പൊറോട്ട കറിയിൽ ഉപ്പ് കുറക്കും. അപ്പോൾ ഹോട്ടലിൽ കറിയിൽ ഉപ്പ് കുറക്കുന്നതിൻ്റെ കാരണം എന്താണ്, അത് കറി എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും ഉപയോഗിക്കണതാണ്. പൊറോട്ടക്കും ചപ്പാത്തിക്കും ദോശക്കും ഒക്കെ ഉപയോഗിക്കണം. അപ്പോൾ അവിടെ കറിയിൽ ഉപ്പ് കുറച്ചിട്ട് ചോറിൽ അവർ ഉപ്പ് ഇടും. ആ ചോറിലും കറിയും കൂടി നിങ്ങൾ ഒരുമിച്ച് കൂട്ടുമ്പോൾ ശരിക്കും ഭക്ഷണം നല്ല ടേസ്റ്റ്. അതുപോലെ ചോറിൽ നിങ്ങൾ ഉപ്പിട്ട് പോയി ഒരു ദിവസം കുറച്ച് ഉപ്പിട്ടിട്ട് നിങ്ങൾ വെച്ചുണ്ടാക്കി വെക്കും. ആ കറിക്കും ചോറിനും പ്രത്യേകിച്ചും ടേസ്റ്റ് ഉണ്ടാവും. കാരണം ഈ കൂടുതൽ നീട്ടിക്കൊണ്ടെങ്കിൽ എല്ലാവർക്കും വെറുപ്പാവും. കാരണം ഞാൻ പറഞ്ഞ എൻ്റെ ഒപ്പം 1961 വന്നിരുന്നപ്പോൾ ആവും. അങ്ങനെ വന്നേ മുതൽക്കും ഭക്ഷണം ഉണ്ടാക്കി കഴിച്ചിരുന്ന ആളോ, ഹോട്ടലിൽ പണിക്കുന്നിട്ടും പേര് കച്ചവടം ചെയ്തിട്ടും കൊട്ടൊക്കെ തലമേറ്റിട്ട് ഇളനീ കച്ചവടം ചെയ്തിട്ടും ഒരുപാട് ചരിത്രങ്ങളുണ്ട് ഇപ്പോൾ. പക്ഷേ അങ്ങനെ ഇന്ന് ചെറുപ്പം മുതൽ കൊടുന്ന് 7 വയസ്സിന് നമ്മുടെ കൊടുന്നെങ്കിൽ ഞാൻ സ്കൂളിലും മദ്രസയിലും പോയിട്ടില്ല എന്ന് പലതവണ പറഞ്ഞിട്ട് ഉസ്താദിൻ്റെ അടി കിട്ടിയിട്ട് വന്ന ഒരാളാണ്. ഉസ്താദ് വരം തന്നതാണ്. വാവസ്താദ് മലപ്പുറം കാടഞ്ചേരിയുള്ളത്, ഞാൻ കുറ്റിപ്പുറം മറവഞ്ചേരിയാണ്. ആ ഉസ്താദിനെ ഉസ്താദിൻ്റെ അടി കൊടുത്തിട്ട് എനിക്ക് പോയിട്ട് എവിടെ പോയി നേരെ അവിടെ വന്നാൽ ആ ഉസ്താദ് അങ്ങനെ ഇവിടെ വന്ന് ഇവിടെ നേരായതാണ്. അപ്പോൾ ഒരു കുഴപ്പമില്ല. എന്നെക്കൊണ്ട് വയ്ക്കണമാതിരി ഞാൻ ഈ ചെറിയ ഭാഗത്ത് എല്ലാം ഉണ്ടാക്കി തരേണ്ടത്. ഇത് പ്രവാസികൾക്ക് വേണ്ടിയിട്ട് ഭക്ഷണം ഉണ്ടാക്കിയതാണ്. പ്രവാസികൾ ഇത് കണ്ടിട്ടെങ്കിലും നിങ്ങളൊന്ന് ഉണ്ടാക്കി പോയി. അല്ലാതെ യൂട്യൂബിൽ ഇങ്ങനെ വിടാതെ കണ്ടമാനം പറഞ്ഞിട്ടൊന്നും ആ പരിപാടിക്കൊന്നും ഇന്നെ കിട്ടൂല. എനിക്കിപ്പോൾ അയിമൊന്നും എത്തിയും സ്വർണ്ണമൊന്നും കിട്ടണ്ട. ഞാൻ അങ്ങനെ ഇവിടെ ചരിത്രങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ വിടും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ
അത്ര പറഞ്ഞു കൂടുതൽ പറഞ്ഞില്ല. സാധാ കറി ഇത് അടിപൊളി കറി. ഇതിന് ഇതൊരു പിടുത്തം പിടിക്കാണ്ട് ഇനി മീൻ കഴിക്കട്ടെ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ആണ് 30 തീയതിയാണോ 30/4/2025 വീഡിയോ. ഓക്കെ, എല്ലാവരോടും നമസ്കാരം, നന്ദി, അസ്സലാമു അലൈക്കും.